ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ എല്ലാവരും തമ്മിൽ കണ്ട പോലെ തന്നെ ഞാൻ വന്നിട്ടുള്ള ഒരു കുക്കിംഗ് വ്ളോഗുമായിട്ടാണ്. ഓക്കെ, പക്ഷെ നമ്മൾ കുക്ക് ചെയ്യാൻ പോവല്ല, ബേക്ക് ചെയ്യാൻ പോവാണ്. എന്താ ഇത് വെച്ചിട്ടാണോ എന്നായിരിക്കും ചിന്തിക്കണേ അല്ലേ? ഇത് വെച്ചിട്ടല്ല. പക്ഷെ നമ്മളെ സംഭവത്തിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ആരാ? ചോക്ലേറ്റ്. ഓക്കെ, സോ അതാണ് ഞാൻ ഇതും പിടിച്ചുകൊണ്ട് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ബേക്ക് ചെയ്യാൻ പോണത് ഒരു ചോക്ലേറ്റ് മൂസ് കേക്ക്. അപ്പോൾ ഈ പറയുന്ന മൂസ് അധികം കേട്ട് കാണില്ല അല്ലേ? ഞാൻ പറയാം. ഈ മൂസിന് ആക്ച്വലി ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഹിസ്റ്ററി ഉണ്ട്. അപ്പോൾ ഈ മൂസ് ഇൻവെൻറ്റ് ചെയ്തിരിക്കുന്നത് 18th സെഞ്ച്വറിയിൽ ഫ്രാൻസിൽ വെച്ചിട്ടാണ്. ഇൻവെൻറ്റ് ചെയ്ത ആളുടെ പേരാണ് ഹെൻറി ടുലൂസ് ലോട്രക്. ഇദ്ദേഹം ഒരു ഷെഫോ അല്ലെങ്കിൽ ഇങ്ങനത്തെ സംഭവം ബേക്ക് ചെയ്യാൻ ആളൊന്നുമല്ല. ഓക്കെ, ഇദ്ദേഹം ആക്ച്വലി ഒരു ബൊഹീമിയൻ പെയിൻറ്ററാണ്. പക്ഷെ ഇദ്ദേഹത്തിന് എന്താ പറയുക, ഇങ്ങനത്തെ കുറേ പരീക്ഷണങ്ങൾ നടത്താൻ ഭയങ്കര ഇഷ്ടമാണ്, ലൈക്ക് ഫുഡിൻ്റെ കാര്യത്തിൽ. അങ്ങനെ ഒരു വട്ടം പരീക്ഷിച്ചപ്പോഴാണ് ഈ സംഭവം കിട്ടിയത്. എന്ത്? മൂസ്. ഓക്കെ, അപ്പോൾ ഈ മൂസിനെ കുറിച്ച് പറയാനാണെങ്കിൽ ആക്ച്വലി ഇത് ഉണ്ടാക്കിയ സമയത്ത് ഒരു സേവറി കൈൻഡ് ഓഫ് ഡിഷായിരുന്നു. സേവറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് കുറച്ച് സ്പൈസി ആയിരിക്കും, പ്ലസ് സോൾട്ടി, അങ്ങനെ. പക്ഷെ പിന്നീട് ഇതിന് കുറേ ഇങ്ങനെ പുരോഗമനമൊക്കെ വന്ന് ഇത് അവസാനം എന്തായി മാറി? ഒരു സ്വീറ്റായി മാറി, ലൈക്ക് അല്ലെങ്കിൽ ഡെസേർട്ടായി മാറി. ഈ മൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഇതിന് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് ഒരു ഫോം എന്നാണ്. ഓക്കെ, FOAM ഫോം, അല്ലാണ്ട് നമ്മുടെ മറ്റേ എഴുതണ ഫോം അല്ല കേട്ടാ. ഓക്കെ, അപ്പോൾ എന്തായാലും ഫോം എന്നാണ്. ഫോം എന്ന് പറഞ്ഞാൽ എന്താ? പത. സോ ഈ സംഭവം അതുപോലെ തന്നെ പത പോലെ തന്നെ ആയിരിക്കും, ലൈറ്റ് വെയിറ്റ്, അതേപോലെ ഭയങ്കര ഫ്ലഫി, അങ്ങനെ ഒരു സംഭവമായിരിക്കും. അങ്ങനെയായി വരണം. നമുക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, പണ്ട് പിന്നെ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിപ്ഡ് ക്രീം ആയിരിക്കും. ഇപ്പോൾ വിപ്ഡ് ക്രീമൊക്കെ നമുക്ക് ഈസിലി അവൈലബിൾ ആണ്, പക്ഷെ പണ്ട് അത്ര അവൈലബിൾ അല്ല. അപ്പോൾ ഇവർ ക്രീമായിട്ട് ഉണ്ടാക്കുമായിരുന്നു, ലൈക്ക് നമ്മുടെ എഗ് വൈറ്റ്, ഫ്രൂട്ടിൻ്റെ പ്യൂറി, അതുപോലെ തന്നെ ചോക്ലേറ്റ്, അങ്ങനെയൊക്കെ വെച്ചിട്ട് മിക്സ് ചെയ്തിട്ട് ഇവർ ഒരു വിപ്ഡ് ക്രീം പോലെ ഉണ്ടാക്കിയായിരുന്നു പണ്ട്. അതാണ് എന്ത്? നമ്മുടെ മൂസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ആ സംഭവം ട്രൈ ചെയ്യാൻ പോവുകയാണ്. അറിയില്ല കേട്ടോ ഇങ്ങനെ വരും, കാരണം എൻ്റെ ലൈഫിൽ ഞാൻ ഫസ്റ്റ് ടൈമായിട്ടാണ് എന്ത് ഒരു കേക്ക് ബേക്ക് ചെയ്യണം. സോ ചിലപ്പോൾ പാളിപ്പോവാം, ചിലപ്പോൾ നന്നാവാം. എന്തായാലും ഞാൻ കാണിക്കാം. നമുക്ക് എന്തായാലും ട്രൈ ചെയ്യണേ കൊണ്ട് പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ? ഓക്കെ, നമുക്ക് എന്തായാലും കാണാം. ഓക്കെ, എന്നാൽ പിന്നെ അതിലേക്ക് പോയാലോ?
ഏകദേശമൊക്കെ റെഡിയാക്കി ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. ഒരു 1.5 അവർ കഴിഞ്ഞിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. റെഡിയാവുമെന്ന് വിചാരിക്കുന്നു. കറക്റ്റായിട്ട് വിചാരിച്ച പോലെയല്ല, എന്നാലും നമുക്ക് നോക്കാം. ഓക്കെ, കാരണം ഞാൻ യൂട്യൂബിലൊരു വീഡിയോ കണ്ടിട്ടാണ് അത് ട്രൈ ചെയ്യുന്നത്. ഒബ്വിയസ്ലി അതായിരിക്കുമല്ലോ. ഓക്കെ, എന്തായാലും പക്ഷേ അതേ ഒരു രീതികളൊന്നുമല്ല ഇതിൽ ഞാൻ യൂസ് ചെയ്തിരിക്കണേ. ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഏകദേശം ഇപ്പം അതിൻ്റെ ഒരു പരിവ് എനിക്ക് കാണുമ്പോൾ ഞാൻ വിചാരിച്ച പോലെ തന്നെ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് എന്തായാലും നോക്കാം. ഓക്കെ, അങ്ങനെ നമ്മുടെ ചോക്ലേറ്റ് മൂസ് കേക്ക് റെഡിയായി. ഓക്കെ, കഴിച്ചു നോക്കാം കേട്ടോ. നോട്ട് ബാഡ്. കുറേ പൊക്കുന്നില്ല, പക്ഷെ ഞാൻ ഇതിലും ഫ്ലോപ്പ് ആകുമെന്ന് വിചാരിച്ചു. ഇവിടെ എന്താണെന്ന് വെച്ചാൽ ആ കേക്ക് മാത്രം കുറച്ച് ഹാർഡായിട്ടുണ്ട്. ബാക്കി ക്രീമും മൂസും കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട്. കേക്ക് ഒരിച്ചിരി ഹാർഡായിപ്പോയി. അതർവൈസ് അത് അടിപൊളിയായിട്ടുണ്ട്. ഒരു പീസും കൂടി കഴിച്ച് നോക്കട്ടെ. കേട്ടാ, മുറിക്കാൻ ഇച്ചിരി പാടാം, ബിക്കോസ് ആ കേക്ക് ഇച്ചിരി ഹാർഡായിപ്പോയി. ക്രീമെല്ലാം അടിപൊളി. ഞാൻ തന്നെ ഉണ്ടാക്കി ഞാൻ തന്നെ പൊക്കുക നിങ്ങൾ വിചാരിക്കും. ഏറെക്കുറെ ശരിയാ. അമ്മ ഉണ്ട് ഇവിടെ, പക്ഷെ അമ്മയ്ക്ക് ക്യാമറയുടെ മുന്നിൽ വരാൻ ഇച്ചിരി മടിയാണ്. ഇപ്പോൾ വരുന്നില്ല എന്നൊക്കെ എന്നോട് പറഞ്ഞു. എനിവേയ്സ്, സംഭവം തരക്കേടില്ല. ഓക്കെ, എന്തായാലും ഞാൻ വിചാരിച്ചു ഇതിലും ഭയങ്കര മോശമായിരിക്കും, വായിൽ വെക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചു. പക്ഷെ അങ്ങനെയൊന്നുമല്ല. ആ കേക്ക് ഇച്ചിരി ഹാർഡായി എന്നല്ലാണ്ട് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അങ്ങനെ ഫസ്റ്റ് വൺ സക്സസ് ആയി ഗൈസ്. പിന്നെ ഒരു കാര്യം, നിങ്ങൾ ആരും ഈ റെസിപ്പിയിൽ ഞാൻ പറഞ്ഞ അളവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ നേരത്തെ, അതേപോലെ ചെയ്യാൻ ശ്രമിക്കരുത്. കാരണം ഞാൻ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി, അത്ര പെർഫെക്റ്റ് ആയിട്ടല്ലല്ലോ. അതുകൊണ്ടാണ് കേക്ക് ഇച്ചിരി ഹാർഡാവാൻ കാരണം. സോ അത് നോക്കി നിങ്ങളാരും അനുകരിക്കരുത്. ആദ്യമായിട്ടായിരിക്കും വലിയൊരു യൂട്യൂബർ ഇങ്ങനെ പറയണത്. എന്തായാലും അതേപോലെ ചെയ്യരുത്. ഗൂഗിളൊക്കെ നോക്കിയിട്ട് പെർഫെക്റ്റ് ആയിട്ടുള്ള അളവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവും. അത് നോക്കി നിങ്ങൾ ട്രൈ ചെയ്യൂ. ഇത് ജസ്റ്റ് ഒരു ഫൺ അങ്ങനെ കണ്ടാൽ മതി. ഞാനൊന്ന് ട്രൈ ഔട്ട് ചെയ്തതാണ്, ദാറ്റ്സ് ഓൾ. ഇനി ചിലപ്പോൾ ഞാൻ പിന്നീട് എന്തെങ്കിലും കറക്റ്റായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ അന്ന് ഞാൻ കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ തൽക്കാലം നിങ്ങളത് ട്രൈ ഔട്ട് ചെയ്യരുത് ഗൈസ്. ഓക്കെ, എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. ഇനിയും ഇതുപോലെ വ്യത്യസ്തമായ ഡിഷുകളും കാര്യങ്ങളും കൊണ്ടൊക്കെ ഞാൻ വരാൻ ശ്രമിക്കുന്നതായിരിക്കും. Until then, take care. Ta-ta.